നമസ്കാരം. പ്രധാന വാർത്തകൾ. മുക്കുപണ്ടം പണയം വെച്ച് ലക്ഷങ്ങൾ തട്ടി മുങ്ങാൻ ശ്രമിച്ച യുവാവിനെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി. എടമുറ്റത്തെ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 9.70 ലക്ഷം രൂപ തട്ടിയെടുത്ത് ദുബൈയിലേക്ക് കടക്കാൻ ശ്രമിച്ച മഹാരാഷ്ട്ര സ്വദേശിയെ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടി. എടമുറ്റത്ത് സ്വർണ്ണപ്പണി ചെയ്തു വന്നിരുന്ന സന്തോഷിനെയാണ് മുംബൈ ഛത്രപതി ശിവാജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. എടമുറ്റത്തെ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിലെ മാനേജർ ഷൺമുഖന്റെ പരാതിയിലാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം ജൂലൈ 31 മുതൽ ഈ വർഷം ഏപ്രിൽ 10 വരെയുള്ള കാലയളവിൽ 201 ഗ്രാം 700 മില്ലിഗ്രാം തൂക്കം വരുന്ന മുക്കുപണ്ട സ്വർണമാണെന്ന് വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. നിമിഷപ്രിയയുടെ മോചനം. യമനിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ട്. ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നു. യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി ചാണ്ടി ഉമ്മൻ MLA. നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിലേക്ക് ഒരു സംഘം പോയിട്ടുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ശുഭകരമായ വാർത്ത പ്രതീക്ഷിക്കുന്നുവെന്നും ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം പോലീസിൽ പ്രവർത്തിക്കുന്നത് ക്രിമിനൽ സംഘമാണ്. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാരെ പിരിച്ചുവിടണം. സർക്കാരിന് ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ വേഗത്തിൽ നടപടിയെടുക്കണമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വാക്കുതർക്കം കൊലപാതകത്തിലെത്തി. പാലക്കാട് യുവാവിനെ വെട്ടിക്കൊന്നു. സുഹൃത്തൊളിവിൽ. പാലക്കാട് അട്ടപ്പാടിയിൽ യുവാവിനെ വെട്ടിക്കൊന്നു. ആനക്കല്ല് സ്വദേശി മണികണ്ഠനാണ് മരിച്ചത്. ആനക്കല്ല് സ്വദേശി ഈശ്വരനാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിന് പിന്നാലെ പ്രതി രക്ഷപ്പെട്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതിക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇരുവരും തമ്മിലുള്ള വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. വീട്ടിൽ പൊട്ടിത്തെറി. സഹോദരങ്ങൾക്ക് പരിക്ക്. ഒരാളുടെ നില ഗുരുതരം. പുതുനഗരം മങ്ങോട് സ്വദേശി ഷെരീഫ്, സഹോദരി ഷഹാന എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ഷെരീഫിന്റെ പരിക്ക് ഗുരുതരമാണ്. ഇരുവരെയും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് പുതുനഗരം മങ്ങോട് ഇന്നുച്ചയ്ക്കായിരുന്നു സംഭവം. വീട്ടിൽ പൊട്ടിത്തെറിയുണ്ടായി. തീ ആളിക്കത്തുകയായിരുന്നു. അതേസമയം ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. നിലമ്പൂർ പോലീസ് ക്യാമ്പിൽ പുലി ഇറങ്ങി. ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ. പോലീസുകാരൻ തലനാടിലേക്കാണ് രക്ഷപ്പെട്ടതായാണ് വിവരം. പുലിയെ കണ്ട പോലീസുകാരൻ വെടിയുതിർത്തു. അപ്രതീക്ഷിതമായി പുലിയെ കണ്ടപ്പോൾ ഭയന്ന് മുകളിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. വെടിയൊച്ച കേട്ട പുലി തിരിഞ്ഞോടി കാട്ടിലേക്ക് കയറി. സംഭവസ്ഥലത്തിന് സമീപത്ത് വെച്ച് മുള്ളൻ പന്നിയെ കൊന്ന് ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വിവരമറിഞ്ഞ വന്യജീവി വകുപ്പും ഉദ്യോഗസ്ഥരും വനപാലകരും സ്ഥലത്തെത്തി പരിശോധന തുടങ്ങി. പുലിയെ കണ്ടെത്തി വനത്തിലേക്ക് തിരിച്ചയക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.